കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ? വാമിക ഷിബി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് കർക്കിടക മാസം തുടങ്ങി നമ്മൾ കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റുന്ന ഒരു നവധാന്യ പൊടിയാണ് ഉണ്ടാക്കുന്നത്. അമ്മ എല്ലാ കർക്കിടക മാസത്തിൽ നമുക്ക് ഉണ്ടാക്കി തരുന്നതാണ്. അപ്പൊ ഈ കൊല്ലം അമ്മ അതുപോലെ നവധാന്യപ്പൊടി ഉണ്ടാക്കി തരികയാണ്. അമ്മയാണ് ഇത് ഉണ്ടാക്കുന്നത്. അമ്മ പറഞ്ഞുതരും ധാന്യപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാ വേണ്ടത് എന്നുള്ളത്. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും കമന്റും ചെയ്യാനും ആരും മറന്നു പോകരുത്. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം, ആരും മറന്നു പോകരുത്. അമ്മ പറഞ്ഞുതരും എന്തൊക്കെയാണ് ഈ ധാന്യപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ധാന്യങ്ങളാണ് വേണ്ടത് എന്നുള്ളത് അമ്മ പറഞ്ഞുതരും. ഇതുവരെ ഇങ്ങനെ ഈ ധാന്യപ്പൊടി ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഇതുപോലൊന്ന് ഞങ്ങളെ വീഡിയോ കണ്ടിട്ട് ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണം. കർക്കിടക മാസത്തിൽ എല്ലാവർക്കും ഇത് ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നത് നല്ലതാണ്. നമുക്ക് നമ്മുടെ ആരോഗ്യത്തിനൊക്കെ ഇങ്ങനെ ഈ തണുപ്പുള്ള സമയങ്ങളിൽ ഇങ്ങനെ പൊടികളൊക്കെ കഴിക്കുന്നതല്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ നല്ലത് നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നതാണ്. അപ്പൊ അമ്മ എന്തൊക്കെയാ വേണ്ടെന്നുള്ളത് അമ്മ പറഞ്ഞുതരും. എള്ള്, ഉഴുന്നുപരിപ്പ്, ചെറുപയറ്, ബദാം, ഉലുവ, അണ്ടിപ്പരിപ്പ്, ഗ്രീൻ പീസ്, കറിക്കടല, ജീരകം, ഗോതമ്പ്, മൺപയറ്, പരിപ്പ്, ഇത് പച്ചരിയാണ്, അവില്, മുതിര, നെൽക്കടല. ഇതില് കുറച്ച് മുത്താറിയും കൂടെ നമ്മൾ ചേർക്കും. നമ്മളിപ്പോ കുറച്ച് തോനെ പൊടി ഉണ്ടാക്കുന്നുണ്ട്. ഇതിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മള് കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചതാണ്. കുറച്ച് കൂടുതൽ പൊടി വേണം. അപ്പൊ നമ്മൾ അതും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ വറുത്തെടുക്കുക. അമ്മ ഇതെല്ലാം കൂടെ ഇനിയിപ്പോ അമ്മ എങ്ങനെ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്? ഇതെല്ലാം കൂടെ സാധാരണ നിങ്ങൾ പൊടിയല്ലേ കാണാറ്, ഇപ്രാവശ്യം അമ്മ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഇത് ഓരോന്നോരോന്നായിട്ട് വറുത്തെടുക്കും. അപ്പൊ നമുക്ക് അമ്മ പൊടി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരും. നമുക്ക് ഇതെല്ലാം കൂടെ വറുക്കാനായിട്ട് പോവാം. എല്ലാം കൂടെ വറുത്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. അതിനായിട്ട് ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. ആദ്യം അമ്മ ഗോതമ്പാണ് ഇട്ട് കൊടുക്കുന്നത് വറുക്കാനായിട്ട്. അപ്പൊ ഗോതമ്പ് നന്നായിട്ട് വറുത്തെടുക്കുക. നന്നായിട്ട് കഴുകി ഉണക്കിയ ഗോതമ്പാണ് ഇട്ടത്. അമ്മ ഇതെല്ലാം ഇപ്പൊ വറുത്തിട്ട് വറവൊക്കെ പാകമായി എന്നുള്ളത് എങ്ങനെ മനസ്സിലാവുക? ഇത് നല്ല മൂത്ത് വരുന്ന സമയത്ത് ഈ വറവ് കൂട്ട് നല്ലൊരു സ്മെല്ല് വരും. സ്മെല്ല് വരുമ്പോ അതാണ് ഇതിന്റെ പാകം എന്ന് പറയുന്നത്. ഇത് വലിയവർക്കും പിന്നെ അതുപോലെ ലേശം മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നൊരു ധാന്യപ്പൊടിയാണ്. ഇത് കണ്ടോ, ഗോതമ്പ് നന്നായിട്ട് മൂത്ത് വന്നിട്ടില്ലേ? ഇതിന്റെ ഒരു സ്മെല്ല് വരുന്നുണ്ടോ? ഗോതമ്പ് വറുത്തിട്ടില്ലേ? ഇതാണ് ഇതിന്റെ പാകം. ഇതിനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് ഇത് 3 ചെറുപയറ്, ഉഴുന്ന്, മുതിര, അത് 3ഉം കൂടെ ഒരുമിച്ചിട്ടിട്ട് വറുക്കാണ്. അമ്മ പറഞ്ഞത് ഇതിന്റെ 3ന്റെ വറവ് ഏകദേശം ഒരുപോലെയാണ്. അപ്പൊ നമുക്ക് ഇത് 3ഉം കൂടെ ഒരുമിച്ചിട്ടിട്ട് വറുത്തെടുക്കാന്ന് പറഞ്ഞ ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുപയറ്, മുതിര, പിന്നെ ഉഴുന്നും കൂടെ നമ്മൾ വറുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വറവ് പാകമായി വന്നിട്ട് നല്ല മണം വരുന്നുണ്ട്. നമുക്ക് ഇതും ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. അടുത്ത നമ്മളിതാ വൻപയറും പരിപ്പും കൂടെ വറുത്തെടുക്കുന്ന അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുമിച്ചിട്ട് വൻപയറും പരിപ്പും കൂടെ നമ്മള് വറുത്തിട്ടുണ്ടായിരുന്നു. നല്ല മണമാണ് ഇവിടേക്ക് ഇത് വറുക്കുമ്പോട്ടോ. വീട് ഫുള്ള് ഈ ഒരു നല്ല എന്താ പറയാ, നമുക്ക് ഇങ്ങനെ വറുക്കുമ്പോ തന്നെ അതിനെടുത്തിട്ട് കഴിക്കാൻ തോന്നാം. അങ്ങനത്തെ ഒരു മണമാണ്. അപ്പൊ നമുക്ക് ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിൽ നമ്മൾ ഇട്ടിട്ട് നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് ഗ്രീൻ പീസും കറിക്കടല, നിലക്കടല, ഇത് 3ഉം കൂടെയാണ് വറുത്തെടുക്കുന്നത്. അതും കൂടെ നമുക്ക് വറുത്തെടുക്കാം.
നിലക്കടല, കറിക്കടല, ഗ്രീൻ പീസ് ഇത് മൂന്നും കൂടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് മാറ്റിയേക്കാം. പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ ഉണക്കിയെടുത്ത പച്ചരിയാണ്. അതും കൂടെ ഇതിലേക്ക്, വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ട് ഉണക്കിയെടുത്തതാണ്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അരി നന്നായിട്ടൊരു ബ്രൗൺ കളറായിട്ട്, ചെറുങ്ങനെ ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അവിലും കൂടെ ഇട്ട് കൊടുക്കാണ്. അരി ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോ വേണം നമ്മള് ആവിലിട്ട് കൊടുക്കാനായിട്ട്. അരി അവിലും കൂടെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഇതും കൂടെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്ത നമുക്ക് എള്ളിട്ട് കൊടുക്കാം. കറുത്ത എള്ളാണ് കേട്ടോ, അതും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം നന്നായിട്ട് മൂത്ത് വന്നപ്പോ നമ്മള് അരി അവിലും കൂടെ വറുത്ത് വെച്ചേക്കാണ്ട് നമ്മൾ എല്ലാം ഇട്ട് കൊടുത്തത്. അടുത്ത നമുക്ക് ഉലുവയും ജീരകം കൂടെ ഇട്ട് കൊടുക്കാം. പൊടിയിൽ എന്തായാലും ഉലുവ ഇടാൻ ആരും മറന്നു പോവരുത്. ഉലുവ എന്തായാലും വേണം. ഉലുവയാണ് ഇതിൽ വേണ്ടത്. ഉലുവയും ജീരകം കൂടെ നമുക്ക് ഈ എണ്ണ അരിഞ്ഞും കൂടെ ഇട്ട് കൊടുക്കാം. എന്താ ലാസ്റ്റ് ആയിട്ട് നമുക്ക് ബദാമും അണ്ടിപ്പരിപ്പും കൂടെ വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പും ബദാമും കൂടെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ പൊടിച്ചെടുക്കണം. ഇതെല്ലാം അമ്മ ഇതെല്ലാം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേഗം പൊടിച്ചെടുത്താലോ? ഇത് നന്നായിട്ട് ചൂടാറണം. ചൂടാറിയതിന് ശേഷമേ പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇതിനി അമ്മ നന്നായിട്ട് തണുക്കാന്നാണ്. നന്നായിട്ട് തണുത്തിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് തണുക്കട്ടെ. അപ്പൊ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമ്മൾ 1 മണിക്കൂറോളം നമ്മളിതൊന്ന് ചൂടാറാൻ വേണ്ടി തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചായിട്ട് മിക്സിന്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിച്ചെടുക്കണം. തരി ഒന്നും പാടില്ല. നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. അപ്പൊ നമുക്കിത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടി. നമുക്കൊരു ഉരുളിയിലേക്ക് മാറ്റാം. നമ്മൾ ഇടുന്ന ഉരുളിയിൽ വെള്ളം ഒന്നും പാടില്ല. നന്നായിട്ട് ഉണങ്ങിയ ഒരു പാത്രത്തിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ പൊടിയിൽ വേഗം പൂപ്പലേറും. അപ്പൊ നമ്മൾ നന്നായിട്ട് ഉണങ്ങിയ ഒരു പാത്രത്തിലേക്ക് ഇത് ഇട്ടിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് നമ്മൾ വറുത്തുവെച്ചിട്ടുള്ള എല്ലാ ധാന്യങ്ങളും ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കാം. നമ്മളിതെല്ലാം ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ലാസ്റ്റത്തെ നമ്മളിതാ കടലയും കൂടെ പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുകയാണ്. ഇതിൽ നമ്മള് മുത്താറി പൊടിച്ച പൊടി നമ്മൾ വറുത്ത് നേരത്തെ പൊടിച്ച പൊടി ഉണ്ടായിരുന്നു. അത് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നമ്മളെ പൊടികളെല്ലാം പൊടിച്ചെടുത്ത പൊടി ഇതാ വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ഇത് നമ്മൾ ഓരോന്നോരോന്നെ പൊടിച്ചെടുത്തത് കൊണ്ട് നമ്മളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ച ഒരു ചെറിയ ചൂടുണ്ട് ഈ പൊടിക്ക്. നല്ല മണാണ് ഈ പൊടിക്ക്. നല്ല കടലേന്റെയും എള്ളിന്റെ ഒക്കെ നല്ലൊരു മണുണ്ട്. നമ്മുടെ ധാന്യപ്പൊടി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് പൊടിച്ചെടുത്ത ധാന്യപ്പൊടിയാണ് ഇത്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ കഴിക്കേണ്ടതെന്നുള്ളത് അമ്മ പറഞ്ഞു തരും. ഇതെങ്ങനെ കഴിക്കേണ്ടതെന്നുള്ളത്. ഇത് ദിവസം 2-3 സ്പൂൺ എടുക്കുക. അതില് ചക്കരയും കൂട്ടി നന്നായി മിക്സ് ആക്കിയിട്ട് കഴിക്കുക. അല്ലെങ്കിൽ നെയ്യ് കൂട്ടി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും കഴിക്കാം. ഇത് കർക്കിടകം 30 ദിവസം കഴിക്കുന്നത് ശരീരത്തിന് നല്ലതാണ്. നമ്മുടെ കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു ധാന്യപ്പൊടിയാണിത്. നമ്മുടെ നവധാന്യപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു ചില്ലിന്റെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കുപ്പിയിലിടുമ്പോ ഇതിന്റെ ഉള്ളില് വെള്ളമോ ഇപ്പൊ അങ്ങനൊന്നും ഇല്ലാണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഇടാനായിട്ട്. വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പൂപ്പലായി പോകും.
അപ്പൊ അതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ ചൂടാറിയിട്ട് ഇത് കുപ്പിയിലാക്കി വെക്കാനായിട്ട്. ഇതിങ്ങനെ കുപ്പിയിലാക്കി വെച്ചാൽ നമുക്ക് കുറെ ദിവസം ഇങ്ങനെ കേടൊന്നും കൂടാണ്ട് കുറെ ദിവസം ഇത് ഉപയോഗിക്കാം, നനവൊന്നുമില്ലെങ്കിൽ. അപ്പൊ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.